നമസ്കാരം. സാഫ്ജി എക്സ്ചേഞ്ച് ഡി സ്റ്റോറിന്റെ ഓണം ലക്കി ഡ്രോ ഇന്നിവിടെ സമാപനം കുറിക്കുകയാണ്. അതിന്റെ നറുക്കെടുപ്പ് നടക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജീബാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സ്വാഗതം ചെയ്യുന്നു. ഒന്നാം സമ്മാനമായിട്ടുള്ള തായ്ലൻഡിലേക്കുള്ള ട്രിപ്പാണ് ഞങ്ങളുടെ ഏറ്റവും പെട്ടെന്ന് വളരെ കുറഞ്ഞ ടൈമിലുള്ള ഒരു പാർട്ടിസിപ്പേറ്റാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതായത് ഈ ഓണത്തിന് മാത്രം വളരെ 10-ാം തീയതിയോട് കൂടിയിട്ട് അവസാനിക്കുന്ന നറുക്കെടുപ്പ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകളിൽ നിന്ന് ഒരാൾക്ക് ആ ഭാഗ്യവാനെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. 2ാം സമ്മാനം ഒരു റെഫ്രിജറേറ്റർ ആണ്. 3ാം സമ്മാനം ഒരു TV ആണ്. അങ്ങനെ 3 പേർക്കുള്ള സമ്മാനമാണ് ഇന്ന് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇനിയും ഇവിടെ നിന്നാണ് തുടർന്നുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ സാഫ്ജി നൽകുന്നു. എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഓണത്തോട് അനുബന്ധിച്ച് സാഫ്ജി ഓണം ജിങ്കാലാല എന്നൊരു പദ്ധതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ ദിവസങ്ങൾ കൊണ്ട്, ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ 10 ദിവസം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ലക്കി ഡ്രോ, അതും ഒരു ഭാഗ്യശാലിക്ക് തായ്ലാൻഡിലേക്ക് പോകാനുള്ള ഒരു അവസരം. 2ാം സ്ഥാനം ആയിട്ടുള്ള ഫ്രിഡ്ജും അതുപോലെ തന്നെ TVയും, ഇതൊക്കെ വളരെ ചെറിയ ദിവസങ്ങൾ കൊണ്ട് നമ്മളെ സംതൃപ്തരായിട്ടുള്ള കസ്റ്റമേഴ്സിനെ എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് ചേർത്ത് പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സാഫ്ജി ഇത്തരത്തിലുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിരുചിക്കനുസരിച്ച്, അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഫ്ജിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുക. അപ്പോ നമുക്ക് നറുക്കെടുപ്പിലേക്ക് കടക്കാം. 1ാം സമ്മാനത്തിനായിട്ടുള്ള തായ്ലൻഡ് ട്രിപ്പിലേക്കുള്ള നറുക്കാണ് എടുക്കുന്നത്. എടുക്കാം. ഓക്കെ, അയച്ചോളൂ. Okay, let's speak a little. ഹലോ ഹലോ ഹലോ. ശ്രീരാഗല്ലേ? ഞാൻ വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റാണേ. ശ്രീരാഗിന്റെ സ്ഥലം എവിടെയാണ്? പെരിന്തൽമണ്ണയോ? ഹലോ, പെരിന്തൽമണ്ണയാണോ? സാഫ്ജി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിരുന്നോ? എത്രയായി പർച്ചേസ് ചെയ്തിട്ട്? ഒരാഴ്ച 1.5 ഏത് ബ്രാഞ്ചിൽ നിന്നായിരുന്നു? മാളിന്റെ ഫ്രണ്ടിലൊരു ബ്രാഞ്ച്. എവിടെ? മാളിന്റെ ഫ്രണ്ടില്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ഒരു നറുക്കെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. താങ്കൾ ഒരു കൂപ്പൺ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ തായ്ലൻഡ് പോവാനുള്ള ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് താങ്കൾക്കാണ്. അപ്പൊ സാഫ്ജിയായിട്ട് ഒന്ന് ബന്ധപ്പെടുക. ഓക്കെ, ഇന്നൊന്ന് വിളിക്കണം അവരെ കേട്ടോ. ശരി ശരി. എന്താ ചെയ്യുന്നേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എല്ലാവിധ യാത്രാമംഗളങ്ങളും നേരെയാണ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ഒരു ഫ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ വന്ന് ഹലോ. ഹലോ. നന്ദന അല്ലേ? ഞാൻ വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കുന്നത്. നിങ്ങള് എടപ്പാൾ സാഫ്ജിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഏത് ഷോപ്പിൽ നിന്നായിരുന്നു? എടപ്പാള്. ഓക്കെ 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 ഓക്കെ. നിങ്ങളെ വീട് എവിടെയാണ്? വെളിയങ്കോട്. നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തപ്പോ ഒരു കൂപ്പൺ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതിന് 2ാം സ്ഥാനമായിട്ടുള്ള ഫ്രിഡ്ജ് നിങ്ങൾക്കാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ ഹലോ. ഓക്കെ. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ സാഫ്ജിയുടെ ഷോറൂമായിട്ട് ബന്ധപ്പെടണം. ഓക്കെ ഓക്കെ ഓക്കെ. ടൈം കൊണ്ട് എപ്പോഴും വന്നാൽ മതി. നിങ്ങളൊന്ന് വിളിച്ചാൽ മതി അവരെ കേട്ടോ. 3ാം സ്ഥാനത്തേക്കുള്ള TVക്കുള്ള നറുക്കെടുപ്പാണ്.
പ്രസിഡന്റ് ഒന്ന് രഞ്ജിത്ത് ഭായ്, രഞ്ജിത്തിനാണ് ടി വി അടിച്ചിട്ടുള്ളത്. ഞാൻ കണ്ടു ചെയ്തോളാം. രഞ്ജിത്ത് ഭായ് ജോലിയിലായിരിക്കാനാണ് സാധ്യത. ഭായി ആണ്, അതുകൊണ്ട് തന്നെ ഇപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്തായാലും ആളുമായിട്ട് ഞങ്ങൾ കണക്ട് ചെയ്യും. കണക്ട് ചെയ്തിട്ട് ആൾക്ക് ആ ഒരു ടി വി ഞങ്ങൾ കൈമാറും.